മലൈക്കോട്ടെ വാലിബൻ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി ഉറ്റു നോക്കുന്ന ഒരു സിനിമയാണ്. 2 കാരണങ്ങളാണത്. വേണമെങ്കിൽ 3 കാരണങ്ങളെന്നും കൂടെ പറയാം. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് LJP, ലിജോ ജോസ് പെല്ലിശ്ശേരി. കട്ട ഫാനാണ് ഞാൻ പുള്ളിയുടെ. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, പ്രോബബ്ലി ഞാൻ മലയാളത്തിലെ ദ ബെസ്റ്റ് ഡയറക്ടറായി പുതുമുഖ ഡയറക്ടേഴ്സിൽ ദി ബെസ്റ്റ് ആയിട്ട് ഞാൻ കരുതുന്ന ഒരു ഡയറക്ടറാണ്. പുള്ളിയുടെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കി കഴിഞ്ഞാൽ വേറെ സീനാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടം നായകൻ തൊട്ട് ഇന്ന വരെയുള്ള എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററാണ്. എൻ്റെ ഫേവറേറ്റ് മൂവി പുള്ളിയുടെ ഇമയു ആണ്. പക്ഷെ ആ സിനിമ ഒരു തവണ കണ്ടിട്ടുള്ളൂ, ഒരു തവണ ഞാൻ കാണത്തുള്ളൂ. കാരണം അത്രയ്ക്ക് എന്നെ ഇളക്കിയൊരു പടമാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിനി ഒന്നുകൂടി കാണാനുള്ള ഒരു ആവതിയില്ല എന്ന് പറയേണ്ടി വരും. കാരണം അത്രയും ഗംഭീരമായൊരു സിനിമയായിരുന്നു അത്. അതിൻ്റെ ആ ഒരു വിഷ്വൽ ആൻഡ് ഇമോഷണൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മളങ്ങോട്ട് കൊള്ളിക്കുക പടം. അങ്ങനത്തെ ഒരു പടമായിരുന്നു. അതുകൊണ്ട് എനിക്കത് രണ്ടാമത് കാണാൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരുപാട് പടങ്ങളുണ്ട്. അങ്കമാലി ഡയറീസ് എപ്പോൾ കാണാനുള്ള ഇടം കിട്ടിയാലും ഞാൻ കാണും. ആമേൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അങ്കമാലി ഡയറീസ് എത്ര തവണ വേണമെങ്കിൽ ഇരുന്ന് കാണാം. എന്താണ് ഈ ജല്ലിക്കെട്ട് എത്ര തവണ വേണമെങ്കിൽ ഇരുന്ന് കാണാം. ചുരുളി വിഷ്വലി ആൻഡ് സൗണ്ട് വൈസ് എനിക്ക് ഗംഭീര അനുഭവം തന്നൊരു സിനിമയാണ്. ഇപ്പോഴും തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൽ വളരെയധികം ഞാൻ റിഗ്രറ്റ് ചെയ്തൊരു സിനിമയാണ്. ഞാൻ സോണി ലിവിൽ വന്നപ്പോഴാണ് കണ്ടത്. IFFKയിൽ കാണാൻ പറ്റിയില്ല. അത് വലിയൊരു റിഗ്രറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പുള്ളിയുടെ സിനിമാറ്റോഗ്രഫി എടുത്ത് ഇഷ്ടം പോലെ എല്ലാ പടവും എനിക്ക് ഡബിൾ ബാരലിലെ വിഷ്വലും സൗണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പക്ഷേ സിനിമ എനിക്ക് പേഴ്സണലി ഞാനായിട്ട് കണക്ട് ആയില്ല. അതൊരു സ്പൂഫ് രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അത് എല്ലാവരും കപ്പ് ഓഫ് ടീ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടാണ്. സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴേക്കും ആകെ 6 പേരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഉൾപ്പെടെ. PVRൽ അതിനെപ്പറ്റിയൊരു വലിയൊരു കഥ ഞാൻ എൻ്റെ FB പേജിൽ അന്ന് ഇറങ്ങിയ ദിവസം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് വ്ളോഗൊന്നുമില്ല. എന്തായാലും എന്നാലും അതും ഒരു വെറൈറ്റിയാണ്, വൻ വെറൈറ്റിയാണ് ആ സിനിമ. അപ്പോൾ എടുത്തു നോക്കി പുള്ളിയുടെ എല്ലാ സിനിമകളും വേറെ റേഞ്ചാണ്. നൻപകൽ ഏറ്റവും അവസാനം ഞങ്ങളുടെ പുള്ളിയുടെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. സ്ലോ ആണ്, അങ്ങനത്തെ രീതിയിൽ എടുത്തേക്കണം. പക്ഷെ മമ്മൂക്ക എന്ന നടനെ വളരെ മനോഹരമായിട്ട് കിഡിലിനായിട്ട് പുള്ളി യൂസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിഡിലിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ എനിക്ക് ഈ ഡയറക്ടറിൽ തന്നെ ആ ഒരു പേര് മതി, LJP എന്നുള്ള പേര് മാത്രം മതി എനിക്ക് സിനിമ കാണാൻ. പക്ഷെ എനിക്കിത് ഇരട്ടി മധുരം തരുന്ന 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, ഈ സിനിമയിൽ ലാലേട്ടനാണ്. അപ്പോൾ ഈ ലാലേട്ടൻ എന്നുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന, ആസ് എ 90s കിഡ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടനുണ്ട്. ആ ലാലേട്ടനെ എവിടെയൊക്കെയോ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഒരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ ദൃശ്യത്തിൽ കണ്ടു, ദൃശ്യം 2 കണ്ടു, 12th മാൻ്റെ സെക്കൻഡ് ഹാഫിൽ കണ്ടു, പിന്നെ നേരിൽ കണ്ടു, കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നെങ്കിലും നേരിൽ കണ്ടു, ജയിലറിൽ. പക്ഷെ അതൊരു മലയാളം പടമല്ലേ. നമ്മുടെ സ്വന്തം മലയാള സിനിമയിൽ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇന്ത്യൻ സിനിമ ഒക്കെ സംഭവമാണ്, എല്ലാ അടിപൊളിയൊക്കെ ഞാൻ അതിനെയും ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഒരു മലയാള സിനിമയിൽ ലാലേട്ടൻ എനിക്കറിയില്ല നിങ്ങളോട് അതെങ്ങനെ പറഞ്ഞു തരുന്നു. പക്ഷേ ആസ് എ 90s കിഡ്സ് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, 90s കിഡ്സ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, മൊത്തത്തിൽ അതായത് 1989 ഞാൻ ജനിച്ച അപ്പം തൊട്ട് ആ 2000 ഏകദേശം മിഡ് വരെയുള്ള ഒരുപാട് സിനിമ ഉണ്ടല്ലായിരുന്നു. ഞാൻ എത്ര എണ്ണം കണ്ടിരുന്നത് തന്നെ എനിക്കറിയില്ല. എന്താ നമ്മുടെ മനുഷ്യത്താഴ് കയ്യും കണക്കൂല ആ സിനിമ ഉണ്ടാക്കണേൽ. സ്ഫടികം, താളവട്ടം, പറയാൻ പോയൊരു നീണ്ട നിര തന്നെയുണ്ട്. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ലാലേട്ടൻ്റെ പടങ്ങളാണ് റിപ്പീറ്റഡ്ലി. ഇപ്പം ഞാൻ കാണുന്നത് മമ്മൂക്കയുടെ പടങ്ങളാണ് റിപ്പീറ്റഡ്ലി. കാരണം ശരിയാ, അത് എവിടെയൊക്കെയോ എനിക്ക് എന്താ പറയുക, ആ ടൈമിൽ മമ്മൂക്കയുടെ പടങ്ങൾ എനിക്ക് അത്രയും അങ്ങോട്ട് വർക്കാവുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കും തിരക്കും വരുന്ന വൻ ഗംഭീരമായ ചില പടങ്ങൾ ഒഴികെ എനിക്ക് അങ്ങനെ വർക്കാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും മമ്മൂക്കയുടെ പടങ്ങളാണ് എനിക്ക്, മമ്മൂക്ക ചൂസ് ചെയ്തിരിക്കുന്ന സിനിമകളാണ് എനിക്ക് വർക്കാവുന്നത്. ഈ ഒരു ലാസ്റ്റ് 5 years എടുത്ത് നോക്കിയാൽ മമ്മൂക്ക അഭിനയിച്ച പടങ്ങളാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ലാലേട്ടൻ്റെ ദൃശ്യം 2 ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നേരുണ്ടെങ്കിലൊക്കെ പോലും ഒക്കെ അത് ഇടക്കും തലക്കും മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ ആസ് എ മോഹൻലാൽ ഫാൻ ഐ വാസ് വെരി ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ഈ സിനിമയാണ് മോനെ എൻ്റെ മനസ്സിൽ എൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ. കാരണം വെച്ചാൽ ആസ് എ ലാലേട്ടൻ ഫാൻ ഞാൻ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ടോപ്പ് ടയർ ഡയറക്ടറാണ്.
ഇതിന്റെ അപ്പുറം എനിക്ക് തോന്നണില്ല ഇനി ആരെങ്കിലും ഈ മലയാളത്തിൽ ഇനി കിടക്കണ്ടെന്ന്. ഇനി അല്ലെങ്കിൽ പിന്നെ ജിത്തു മാധവന്റെ കൂടെയോ അല്ലെങ്കിൽ ബേസിൽ ജോസഫ് ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയോ അല്ലെങ്കിൽ ടിനു പാപ്പച്ചന്റെ ചാവേർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതിന്റെ മേക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് വൻകിട ഡയറക്ടർ ദിലീഷ് പോത്തൻ ഇവരുടെയൊക്കെ കൂടെ ലാലേട്ടൻ അസോസിയേറ്റ് ചെയ്ത് സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം വെച്ചാൽ ഇവിടെ ഇത്ര നാളായി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ഒരു രോമാഞ്ചം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയിരുന്ന ലെവല് ഒരു പടം കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ലിറ്ററലി നാളെ രാവിലെ 6:30 ഷോണ് ബുക്ക് ചെയ്തിരിക്കുന്ന ഈ സിനിമ ഏറ്റവും മികച്ച രീതിയിൽ കാണണമെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ കൊച്ചിയിലുള്ള ബെസ്റ്റ് തിയേറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് സ്ക്രീൻ 4K ഡോൾബി അറ്റ്മോസ് സ്ക്രീൻ 3 ലേസർ പ്രൊജക്ഷനുള്ള സ്ക്രീൻ 3ലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാനാണെങ്കിൽ അപ്പൊ എനിക്ക് ഒരു രീതിയിൽ ആ സൈഡ് കുറയാൻ പാടില്ല. കാരണം ഇതിൽ വേറെ കാര്യമുണ്ട്. അതാണ് തേർഡ് കാര്യം. അത് വേറെ ഒന്നുമില്ല, രവി വർമ്മൻ എന്നുള്ള സിനിമാറ്റോഗ്രാഫർ. പുള്ളി എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ, ഏതൊക്കെ സിനിമയ്ക്ക് DOP ചെയ്തിട്ടുണ്ടോ വേറെ ലെവലായിരിക്കും. പുള്ളിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് പറയാൻ പോയാൽ ഞാൻ വിക്കിപീഡിയ ഇരുന്ന് കുത്തിയിരുന്ന് വായിക്കേണ്ടി വരും. കാരണം പുള്ളി ബോളിവുഡിലും മലയാളത്തിലും തമിഴ് മൂവീസിലും തെലുങ്ക് എല്ലാത്തിലും പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വർക്കാണ് പുള്ളിയുടെ. പുള്ളി ഒരു എയ്സ് സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ DOP ചെക്ക്, ഡയറക്ടർ ചെക്ക്, കിഡിലൻ ഒരു ആക്ടർ ചെക്ക്. ഇനി പടം മാത്രം നന്നായാൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ മ്യൂസിക് പ്രശാന്ത് പിള്ളൈ അതും ചെക്ക്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കൊതിക്കനാണ് നാളെ വേറൊരു ലെവൽ ഒരു ദൃശ്യവിസ്മയ അനുഭവമായി മാറണം എന്നുള്ള രീതിയിൽ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. അത് ഞാൻ പറയണം. പിന്നെ വേറെ ഒരു കാര്യം പറയാം. ഞാൻ ഈ സിനിമയുടെ ടീസർ ട്രെയിലർ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവെ ഞാൻ ഇപ്പം അങ്ങനെ കാണാറില്ല. പക്ഷേ ഈ സിനിമയുടെ എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല. എനിക്ക് തീരെ ക്ഷമ ഉണ്ടായില്ല ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒന്നും കാണാതിരിക്കാൻ. അതുകൊണ്ട് ഞാൻ എടുത്ത് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ സിനിമയുടെ ഫസ്റ്റ് അനൗൺസ്മെന്റ് തൊട്ട് ഇന്ന് വരെ എൻ്റെ എക്സ്പെക്ടേഷൻ വേറെ ലെവലിൽ തന്നെ നിൽക്കണം. പക്ഷേ ഇടയിലൊന്ന് ഡൗൺ ആയ കാര്യം കൂടി ഞാൻ പറയാം, എന്തുകൊണ്ടാണെന്നുള്ളതും പറയാം. ഞാൻ ആദ്യം വിചാരിച്ച ഇതിന്റെ പോസ്റ്റും സംഭവങ്ങളും കണ്ടപ്പോൾ ലാലേട്ടൻ ഇന്ന് ജയന്റ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈവൻ ഇപ്പോഴും മലയക്കോട്ടെ വാലിബനിലുള്ള വാലിബ് എന്നുള്ള ക്യാരക്ടർ എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. ലാലേട്ടന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് ഇതൊരു യോദ്ധാവാണെന്നുള്ളതാണ്. പിന്നെ ഇത് കാലം, സമയം, ഏരിയ ഒന്നും സ്ഥിരമായിട്ടുള്ള ഒരു ഭേദമന്യമായിട്ടുള്ള ഒരു പടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ക ഫിക്ഷണൽ സ്റ്റോറി ആണെന്നാണ് പറഞ്ഞത്. ഒരു അമർ ചിത്രകഥ പോലത്തെ ഒരു സിനിമയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കണ്ടറിയണം. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി ഇല്ല. ഓരോ സാധനം വന്നപ്പോൾ ഓരോന്ന് കണ്ടപ്പോൾ എനിക്ക് ഓരോന്ന് പോലെ ഫീൽ ചെയ്തത്. ലേറ്റസ്റ്റ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്കിതൊരു സ്വാതന്ത്ര്യ സമര സംഭവമായിട്ടും എനിക്ക് ഫീൽ ചെയ്ത്. കാരണം അത് ബ്രിട്ടീഷുകാരെ കണ്ടുകൊണ്ട് അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ യോദ്ധാവാണെന്ന് പറയണ്ട, അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഇതുവരെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അത് നല്ലതാണ്, കാരണം ആ ഒരു സസ്പെൻസ് എലമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത് എന്താണെന്ന് അറിയാനുള്ളത്. ഇടയിൽ വെച്ച് ഞാൻ കുറച്ച് പാട്ടുകൾ കണ്ടായിരുന്നു ഇതിൻ്റെ. ഇതുവരെ 3 പാട്ടുകൾ എന്തോ റിലീസ് ചെയ്ത് ഞാൻ 3 കണ്ടു നോക്കി. ഞാൻ പച്ചയ്ക്ക് തുറന്നു പറയാൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വിഷ്വലി അടിപൊളിയാണ്, കിഡിലാണ്. പക്ഷെ എനിക്ക് ആ പാട്ടുകൾ അങ്ങനെ വർക്കായില്ല. അതിൽ ഒരു പാട്ട് നമ്മുടെ ആരാധിക പാടിയിരിക്കണം, സൂരജ പാടിയിരിക്കണമെന്നുണ്ട്. ആ ഒരു പാട്ട് ആദ്യം കേട്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഭയങ്കര ഡ്രാഗ് സ്ലോ ഒരു വൈബാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ കുറേ തവണ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും കുഴപ്പമില്ല എന്നുള്ള രീതി തോന്നും. അപ്പോഴും പിന്നെയും കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം ഈ കൺസിഡറിങ് ദ ഹൈപ്പ് ഓഫ് ദ ഫിലിം, ഹൈപ്പ് ഞാൻ ഉണ്ടാക്കിയായിരിക്കാം, കാരണം എൻ്റെ മനസ്സിൽ വന്ന ഹൈപ്പ് ആയിരിക്കാം. പക്ഷെ എനിക്ക് ആ ഹൈപ്പിനൊത്ത് എനിക്ക് ഇതിലെ പാട്ടുകൾ മീറ്റ് ആയിട്ടില്ല എന്നെ സംബന്ധിച്ചിട്ട്. പക്ഷേ ഇതൊക്കെ തിരുത്തിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പൂർണ്ണ ആശ്വാസം. അതായത് എങ്ങനെ ഇരുന്ന ഹൈപ്പ് പാട്ടിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതിങ്ങനൊരു പോക്കുണ്ടായി. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴാണ് എൻ്റെ മോനെ, ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. ഈ സിനിമ ജയം വിജയം പരാജയം ഇതിൻ്റെ കഥ ഇഷ്ടപ്പെടാതിരിക്കുകയോ ഇഷ്ടപ്പെടുകയോ ഒക്കെ ആയിക്കോ, എന്ത് സംഭവിച്ചാലും ഒരു കാര്യം ഐ കൻ അഷ്യൂർ യു, എനിക്ക് ഫീൽ ചെയ്ത കാര്യം, എനിക്ക് ഷുവർ ഷോട്ട് ഒരു കാര്യം ഫീൽ ചെയ്തത്, ഈ സിനിമ വിഷ്വലി ആൻഡ് സൗണ്ട് വേറെ ലെവലായിരിക്കും എന്നുള്ളതാണ്. അത് ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഇത്രയും വൈഡായിട്ട്, ഇത്രയും കളർഫുള്ളായിട്ട്, ഇത്രയും വൈബ്രൻ്റ് ആയിട്ട് ഞാൻ ഇന്ത്യൻ സിനിമയിൽ ഒരു ഡയറക്ടറിൻ്റെ വിഷ്വൽസ് കണ്ടേക്കണത് സഞ്ജയ് ലീല ബൻസാലിയുടെ മാത്രമാണ്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ലിജോ ജോസ് പുള്ളിശ്ശേരി ഈസ് എ ഹ്യൂജ് ഫാൻ ഓഫ്
സഞ്ജയ് ലീല ബൻസാലി. കാരണം ആ ഇൻസ്പിറേഷൻ അവിടെ കാണാനുണ്ട്. അമ്മാതിരി ലെവൽ, മേ ബി രവിവർമ്മൻ്റെ ഒരു പങ്കും ആവാം. അമ്മാതിരി കിടിലും വിഷ്വല്, വൈഡിൽ കുറെ ഷോട്ട് ഉണ്ട് ഇങ്ങനെ മോളിൽ നിന്നൊക്കെ എടുത്തേക്കുന്ന ഷോട്ട്. എൻ്റെ പൊന്നോ, എൻ്റെ കിളി പറിച്ചു കളഞ്ഞു. അപ്പം തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തത് ഞാൻ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ എന്ത് കാരണവശാലും രാവിലെ 6:00 വരെ കാണുന്നുണ്ടെങ്കിൽ കിടിലൻ തിയേറ്ററിലേ കാണുള്ളൂ എന്നുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമ ഏരീസ് പ്ലെക്സ് SL മൾട്ടിപ്ലെക്സ് സ്ക്രീൻ ഓഡി 1-ലോ അല്ലെങ്കിൽ രേവതി സിനിമാക്സിലോ അല്ലെങ്കിൽ ഐമാക്സിൽ ഇത് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഐമാക്സിൽ കാണുമെന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഹെൽത്തും ഇപ്പോഴത്തെ ഒരു പേഴ്സണൽ കാര്യം കൊണ്ട് എനിക്ക് അത് സാധിച്ചില്ല. അത് ഐ വിൽ ഡെഫിനറ്റ്ലി റിഗ്രറ്റ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അപ്പോൾ എനിക്ക് കട്ട അസൂയുണ്ട് ട്രിവാൻഡ്രം ഏരീസ് പ്ലെക്സ് SL മൾട്ടിപ്ലെക്സിൽ സ്ക്രീൻ 1-ൽ കാണുന്നവരോടും രേവതി സിനിമാക്സ് സ്ക്രീൻ 1-ൽ കാണുന്നവരോടും. കാരണം അതൊരു ഗംഭീര വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ് ആയിരിക്കും എന്നുള്ള ഒരു തർക്കമില്ലാന്ന് ഞാൻ പറയുന്നത്. അതെനിക്ക് ഉറപ്പാണ്, ഷുവർ ഷോട്ട്. ഇതിനു മുന്നുള്ള LJPയുടെ സിനിമകളുടെ ഒരു ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ, മേക്കിംഗ് സ്റ്റൈലും എല്ലാം വെച്ച് നോക്കുമ്പോഴേ, ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴേക്കും ഇത് അതുക്ക് മേലെയാണ്. അതെനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പം ഞാൻ പറയാം, ഈ സിനിമ ചിലപ്പോൾ വിജയിക്കാതിരിക്കാം. ഇതിൻ്റെ പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതിനകത്ത് പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഐ ആം ഡാം ഷുവർ, നിങ്ങൾ ഇത് നാളെ ഈ വീഡിയോ ഒന്നും കൂടി എടുത്ത് നിങ്ങൾ നോക്കിയോ, ഐ ആം ഡാം ഷുവർ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളിത് പറയും ഇതൊരു വിഷ്വൽ ഓഡിയോ ട്രീറ്റ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയും. കാരണം അതെനിക്ക് ഉറപ്പാണ്. വേറെ ഒന്നുമില്ലെങ്കിൽ ഇത് കിടലായിരിക്കും. പിന്നെ ഈ സിനിമയുടെ കുറേ പോസ്റ്റേഴ്സും അതും ഇതൊക്കെ ഞാൻ കണ്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് ഭൂരിഭാഗം ആൾക്കാരും നമുക്ക് സുപരിചിതരല്ലാത്തവരാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും കർണാടകയിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നുള്ള ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ആക്ട്രസസ് 3 പേരും ഞാൻ കണ്ടത്, 4 പേരിൽ 3 പേരും പുറത്തുനിന്നുള്ളവരാണ്. ഒരാൾ മാത്രമേ നമ്മൾ മലയാളിയായിട്ടുള്ളൂ. അത് ആ പുള്ളിക്കാരിയുടെ ഞാൻ അഭിനയം കണ്ടിട്ടില്ല, സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കൊന്നും പറയാറില്ല. പക്ഷേ അതൊരു എന്താ പറയുക, എന്തുകൊണ്ട് അങ്ങനെ ഒരു ആക്ട്രസിനെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ അതൊരു ഓഡ് ചോയ്സ് ആകുമോ, അല്ലെങ്കിൽ എന്താ പറയുക അത് ഒരു റൈറ്റ് ചോയ്സ് ആയിരുന്നോ എന്നൊക്കെ നാളെ സിനിമ ഉണ്ടായിരുന്നാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഐ എം നോട്ട് കമൻറ്റിങ് ഓൺ ദാറ്റ്. ആ ഒരു പെർട്ടിക്കുലർ മലയാളി ആക്ട്രസിൻ്റെ കേസിൽ സിനിമ കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം ആക്ട്രസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. പിന്നെ വന്നിരിക്കുന്നത് വളരെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആക്ടേഴ്സാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു ഗംഭീര അതിനകത്തുള്ള നടനെ കാണിച്ചിട്ടുണ്ട്. 6 പാക്ക് ഒക്കെ ആയിട്ട് ഒരു മച്ചാനെ കാണിക്കുന്നുണ്ട് മറ്റേ സൂരജിൻ്റെ പാട്ടിൽ. ആ മച്ചാൻ ഒരു പ്രൊഫഷണൽ ഡാൻസറാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഡാൻസ് പരിപാടിയിലൊക്കെ വിന്നറായിട്ടുള്ള ഒരു മച്ചാനാണ്, പങ്കെടുത്തിട്ടുള്ള ആളാണ്. പിന്നെയുള്ള 2 പേരും ഡാൻസേഴ്സ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരാളൊരു ബംഗാളി ആക്ട്രസ്സാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരെല്ലാവരും നീഷായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ LJP എന്നുള്ളൊരു ഡയറക്ടർ ഒന്നും കാണാതെ ഒന്നും ഇവരെടുക്കില്ല. ആ കഥയ്ക്ക് ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ നാളെ എന്തായാലും നമുക്കറിയാൻ പറ്റും ആ എടുത്തിരിക്കുന്ന കാസ്റ്റ് വർക്കൗട്ട് ആയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഫിംഗേഴ്സ് ക്രോസ്ഡ്, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഐ എം ഡാം എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി. ഭയങ്കര എക്സൈറ്റഡ് ആണ്. മെയിൻലി എനിക്ക് കുറേ നാളായിട്ട് ലാലേട്ടൻ്റെ ഒരു പടം കണ്ടിട്ട് പുറത്തേക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വന്നിട്ട് നേരെ കണ്ടപ്പോൾ പാതി നെഞ്ച് വിരിഞ്ഞു. പക്ഷേ എൻ്റെ മുഴുവൻ നെഞ്ച് വിരിഞ്ഞത് അവിടെ അനശ്വര എന്നുള്ള നടിക്കും അതുപോലെ തന്നെ സിദ്ദിഖിക്ക നമ്മുടെ ജഗദീഷ് ചേട്ടന് വേണ്ടിയായിരുന്നു. ലാലേട്ടനെ അതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പോർഷനേ ഉള്ളൂ. ലാലേട്ടൻ്റെ സ്ക്രീൻ ടൈം എടുത്ത് നോക്കാൻ ചെറിയ പോർഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അതിനൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും ഒരു ഫുൾ പടം ലാലേട്ട് മുതുകത്ത് വെച്ച് ചുമന്നിട്ട്, അതായത് വന്നിട്ട് അങ്ങനെ നമ്മുടെ നെഞ്ചത്തേക്ക് ഇട്ടുകാരനെ കാണാനായിട്ട് ഇത്ര നാളായി എന്നറിയാമോ കാത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സ്ഫടികം കണ്ടപ്പോഴോ അല്ലെങ്കിൽ മിന്നാരം, താളവട്ടം, മണിച്ചിത്രത്താഴ്, നമ്മുടെ രാവണപ്രഭു, ദേവാസുരം, അങ്ങനെ ഇഷ്ടം പോലെ പടങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ഫീലിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കണത്. ആസ് എ ലാലേട്ട ഫാൻ ഞാൻ കട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. റീസെൻ്റ്ലി ഞങ്ങളുടെ മമ്മൂക്കയുടെ പടങ്ങളിലാണ് എനിക്ക് ആ ഫീൽ കിട്ടിയിരിക്കുന്നത്. ഒരു പറഞ്ഞ അദ്ദേഹം വേറെ ലെവൽ കുറേ സിനിമകളാണ് ഈ അടുത്ത് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ബ്രഹ്മയുഗം കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ
ടീസർ ഞാൻ കാണാതിരുന്നിട്ട് അവസ്ഥ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായിട്ട് ഞാൻ കണ്ടു. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് അതിൻ്റെ ഡയറക്ടർ ഭൂതകാലം എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മാതിരി ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. മലയാളത്തിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ മൂവീസ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു പടമായിരുന്നു എനിക്കിപ്പോഴും അത് തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്. കാരണം അത് റിലീസ് ചെയ്തത് സോണി ലീവിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര റിഗ്രറ്റാണ് അത് തിയേറ്ററിൽ കാണാൻ പറ്റാത്തത്. കാരണം അത്രയും കിടിലം വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ് ആയിരുന്നു ആ സിനിമ. അഭിനയം വെച്ച് പറയണ്ട, അതിനകത്ത് രേവതിയും ഷേനും കൂടി അങ്ങോട്ട് പൊളിച്ചടിക്കുക. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ ടീസറും ട്രെയിലറൊക്കെ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ആ സിനിമയ്ക്കും വേണ്ടി. അപ്പോൾ അത് മാത്രമല്ല, ഒരു മമ്മൂക്കയുടെ ലൈൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എല്ലാം സീനാണ്. അടുത്ത പടമൊക്കെ രാജ്ബി ഷെട്ടിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ പറയില്ല, അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മമ്മൂക്കയുടെ സൈഡിൽ നിന്ന് ഇത്രയും കിടിലം പടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതേപോലെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ വേണമെങ്കിൽ സത്യം വളരെ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് മമ്മൂക്ക വേഴ്സസ് ലാലേട്ടൻ എന്നുള്ളത്. ലാലേട്ടൻ ഇതിലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ലേ. കാരണം വെച്ചാൽ ബുദ്ധിബോധമൊക്കെ വന്നു. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ ആക്ടേഴ്സിനെയും ഒരുപോലെയാണ് കാണുന്നത്. ഇപ്പോൾ ഹൃത്തിക് റോഷനോടാണ് ഒരു പടിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. കാരണം അതൊരു വേറെ വികാരമാണ്. പക്ഷേ ബാക്കി ഇപ്പോൾ മലയാളത്തിൽ എടുത്തൊക്കെ എനിക്ക് ആരോടും ഒരു പക്ഷാഭേദമൊന്നുമില്ല. കാരണം എനിക്ക് നല്ല നടന്മാർ, നല്ല സിനിമകളാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പക്ഷാഭേദം ഞാൻ ഇതിനകത്ത് കാണിക്കത്തില്ല. ഞാൻ കാര്യമായിട്ട് പറയണേ, ഏതൊരു സിനിമയുടെ അഭിപ്രായമാണെങ്കിൽ ഞാൻ ഒരു പക്ഷാഭേദം കാണിക്കാതെ ഞാൻ ചെന്ന് കണ്ടിട്ട്, അതും ടിക്കറ്റ് പൈസ കൊടുത്തേ ഞാൻ എടുക്കുള്ളൂ. പൈസ കൊടുത്തെടുത്ത് കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയുള്ളൂ. ഞാൻ നമ്മുടെ ചാനലിൽ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ചെയ്യത്തുള്ളൂ. എനിക്കത് നിർബന്ധമാണ്. എനിക്ക് ഓസിൻ്റെ ടിക്കറ്റ് വേണ്ട. അങ്ങനെ എങ്ങാനും എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ സിനിമകൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ അഭിപ്രായം പറയാറില്ല. ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടുള്ള സംഭവം ഞാൻ പറയുള്ളൂ എന്തായാലും. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഉറങ്ങിക്കിടക്കുന്ന ഒരു ലാലേട്ടൻ ഫാനുണ്ട്. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന വെച്ചാൽ ഒരു മമ്മൂക്ക ഫാൻ ഉണ്ടായിരുന്നു. പക്ഷേ മമ്മൂക്ക തന്നെ ആ ഫാനങ്ങൾ ഉണർത്തി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അൺഡിനൈബിളി പറയാവുന്നതാണ്, മമ്മൂക്കയുടെ മിക്ക സിനിമകളും ഇറങ്ങും, ഒന്നും വിജയിക്കാതെ പോകും, ഒന്നും എനിക്കങ്ങനെ തൃപ്തിയില്ലാതെ പോകും. പക്ഷേ ഇപ്പം അദ്ദേഹം തന്നെ തിരുത്തിയടേ. എന്ന് വെച്ചാൽ എന്തോരം സിനിമകളാണെന്ന് അറിയാമോ പുള്ളി ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് ഭേദമാണ്. അപ്പം ആ ഒരു എൻ്റെ ഉള്ളിലെ ഫാൻ എന്നുള്ള എന്താ പറയുക, ഫാനെ ഉണർത്തിയതുപോലെ ലാലേട്ടൻ്റെ ഒരു സിനിമ വന്നിട്ട് എന്നെ അങ്ങോട്ട് മൊത്തം ഇപ്പം ആദ്യം ഉണർന്നിരിക്കുന്നതാണ് നേര്. കാരണം എന്നെ മുഴുവത്താടെ ഒന്ന് ഉണർത്തണം എന്നുള്ള ആഗ്രഹം എനിക്ക് നല്ലപോലെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്തായാലും ഐ ആം ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ ഈ അടുത്ത് എനിക്കൊന്ന് ഇന്ന് രാവിലെ ആണെന്നുണ്ട്, ഇന്ന് രാവിലെ ഞാൻ മറന്നുപോയി കറക്റ്റ്. ഞാൻ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു 360 ഡിഗ്രി ഷേപ്പുള്ള ഒരു പീരങ്കി. എനിക്കൊന്ന് ഇപ്പോൾ മറ്റേ നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ സംഭവത്തോടെ ട്രെൻഡ് ആക്കുന്നുണ്ട്, വലിയ ടൈപ്പ് സാധനങ്ങൾ കാണിച്ച് മാസ് കാണിക്കാന്നുള്ളത്. എന്തായാലും ഇതിലും അങ്ങനെ എന്തോ സീനുണ്ടെന്ന് തോന്നണം. എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നിയത് അതായത് ഞാൻ ഇന്നൊരു അങ്ങനെ ഒരു പീരങ്കി കണ്ടിട്ടില്ല. ത്രൂ ഔട്ട് 360 ലുക്കിലുള്ള ഒരു പീരങ്കിയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നാളെ മുതൽ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനും LJP ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് കുന്തമായാലും ശരി, എന്ത് പാറ്റൻ്റ് ആങ്ക പീരങ്കിയ എന്തായിക്കോട്ടെ, പാട്ടം എൻ്റർടൈനിങ് ആയാൽ മതി. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്ത് കുന്തം വേണമെങ്കിൽ കൊണ്ടുവന്നോ, സാധനം എൻ്റർടൈനിങ് ആയാൽ മതി എന്നുള്ളതാണ്. എൻ്റർടൈൻഡ് ആവുമെന്ന് ഞാൻ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്. നാളെ എന്തായാലും രാവിലെ 6:30 നമുക്ക് സംഭവം അറിയാൻ പറ്റും. 2.5 മണിക്കൂർ എന്തുകൊണ്ട് പടം. എന്തായാലും പടം കണ്ടതിന് ശേഷം ഒട്ടനെ ഞാൻ അഭിപ്രായം ഇടുന്നതായിരിക്കും. കാരണം അതിന് ശേഷം എനിക്ക് ഫൈറ്റർ കാണാൻ പോകേണ്ടത്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട 2 നടന്മാരുടെ പടം ഒന്നിച്ചാണ് വന്നേക്കണം. പക്ഷെ ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്, 2 പേരും കൂടെ ക്ലാഷ് കൊണ്ടുവന്ന് ഒരേ സമയത്തിന് ഇട്ടിട്ടില്ല. രാവിലെ 6:30 മലയക്കോട്ടെ വാലിമൻ, 9 മണിക്ക് ശേഷമാണ് നമ്മുടെ ഫൈറ്ററിൻ്റെ ഷോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു നന്ദി എനിക്ക് എന്തായാലും ഉണ്ട് 2 പേരോടും. അല്ലെങ്കിൽ ഞാനാകെ ഭ്രാന്ത് പിടിച്ചു പോയാൽ. കാരണം 2 പേരെ ഒരുപോലെ ഇഷ്ടമാണ്. ഏത് പടം ആദ്യം കാണും എന്നുള്ളത് കൺഫ്യൂഷൻ അടിച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചാണ്. ഇതിപ്പോൾ അത് ഭാഗ്യത്തിന് സംഭവിച്ചിട്ടില്ല. ഫൈറ്റർ ആയാലും ശരി, ഞാൻ എത്രയൊക്കെ ഒരു കടുത്ത ഹൃത്തിക് റോഷൻ ഫാൻ ആയാലും ശരി, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തുറന്നു പറയും. ഇഷ്ടപ്പെട്ടത് എന്ത്, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തെന്നൊക്കെ ഞാൻ വന്ന് വീഡിയോയിൽ തുറന്നു പറയും കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിലുള്ള നടികളുടെ കാര്യമാണെങ്കിൽ ശരി, ഞാൻ പറയില്ല, അവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കണ്ടു നോക്കിയായിരുന്നു. അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവരെ LJP എന്നുള്ള ഡയറക്ടർ എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഹരീഷ് പേരടിയുടെ ക്യാരക്ടർ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് തിയേറ്ററിൽ ഇൻ്റർവ്യൂവിൽ അങ്ങോട്ടുള്ള പോഴത്തിലാണോ അല്ലെങ്കിൽ ശരിക്കുള്ള കാര്യമാണോ എന്നൊക്കെ നാളെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി.
അത് ഞാൻ എത്രയൊക്കെ എക്സൈറ്റഡ് ആവാതിരുന്നാലും ആയിപ്പോകും. കാരണം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ഭാഗമായിരിക്കുന്നത്. ഒന്നാമത് ലാലേട്ടൻ, രണ്ടാമത് LJP. എങ്ങനെ എക്സൈറ്റഡ് ആവാണ്ടിരിക്കും രവിവർമ്മൻ? അപ്പൊ ഇതൊക്കെ വരുമ്പോഴേക്കും എന്തായാലും നമ്മൾ ഒരു പ്രതീക്ഷ വെച്ച് പോകുന്നേ, അതാണ് ഒരു പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉള്ളിൽ ഒരു കടുത്ത ലാലേട്ടനെ അത് ഇങ്ങനെ ഇരിക്കുന്ന കളിച്ചാൽ പുറത്ത് ചാടാനായിട്ട് ഒരു നല്ല പടം കൊണ്ട് പോകാന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ LJP പോലെയുള്ള ഇപ്പൊ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഡയറക്ടറാണ്. അപ്പൊ ഈ മനുഷ്യനല്ലാതെ ഈ ആളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു നല്ല ഔട്ട്പുട്ടില്ല. പിന്നെ ഇനി ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ടും എൻ്റെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എൻ്റെ എല്ലാ തോട്ട്സും മറികടന്ന് എൻ്റെ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് ഈ സിനിമ ഒരു വൻ വിജയമായിട്ട് വരണേന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഒരു ആഘോഷം തന്നെ ആയിരിക്കും അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇത് വലിയൊരു സെറ്റ് ബാക്കും ആവാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയാണ്, എന്തൊക്കെ വാട്ട് എവർ ഇറ്റ് ബി, നാളെ ഇതിൻ്റെ ജയപരാജയങ്ങൾ മറ്റേ മറിച്ച് എന്തും ആയിക്കോട്ടെ, പക്ഷേ ഐ ആം ഷുവർ ദിസ് വിൽ ബി എ വിഷ്വൽ ട്രീറ്റ്. അത് ഞാൻ വീണ്ടും പറയണം. കാരണം നിങ്ങൾ ടീസർ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ടിട്ടൊന്ന്, ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്ക് ട്രെയിലർ ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഞാൻ അത്ര വിഷ്വലി സൂപ്പറാണ്, അതാണ് ഞാനത് പറയുന്നത്. വിഷ്വലി ആൻഡ് സൗണ്ട് വൈസ് കിട്ടലാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അനുപ എൻ്റെ വൈഫ് ഇതുവരെ ഒരു ടീസറോ ട്രെയിലറോ കണ്ടിട്ടില്ല. കാരണം അനുപ എന്നെക്കാളൊക്കെ അടുത്തൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ ഒന്നും കാണാതെ, അവൾക്ക് ഒരു കുന്തും അറിയാതെ പോയി കാണണമെന്നാണ് അവളുടെ ആഗ്രഹം. ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ പോലും അനുപ കണ്ടിട്ടില്ല കേട്ടോ, അതാണ് വേറെ രസം. അപ്പോൾ എന്തായാലും അവളുടെ അഭിപ്രായം നിങ്ങൾക്ക് ചിലപ്പോൾ ചാനലിൽ അറിയാൻ പറ്റുമായിരിക്കും. അവൾ വീഡിയോ ഇടുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ ഒന്ന് പറ, നിങ്ങൾക്ക് എന്താ തോന്നിയത്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താ മലയക്കോട്ടെ വാലിബൻ എന്നുള്ള സിനിമയുടെ. എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഇതൊക്കെയാണ്. വേറെ എന്തെങ്കിലും വിട്ടുപോയാൽ ഞാൻ പറയാം, ഇല്ലയെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്. പാട്ടുകൾ എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടില്ല. സിനിമ ഇമ്പ്രസ് ചെയ്യട്ടെ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് എന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ, ഉള്ളിലിങ്ങനെ എനിക്ക് അതെങ്ങനെ പറയണമെന്നല്ല, അതിങ്ങനെ ഞാനിങ്ങനെ പൊട്ടാറായി നിൽക്കണേ. ഇതൊരു ഭയങ്കര സംഭവമായിട്ട് മാറണേ എന്നുള്ള ഒരു ഫീലിംഗ് ഉള്ളിൽ കിടപ്പുണ്ട്. എന്തായാലും അങ്ങനെ ആവട്ടെ. എന്തായാലും നാളെ രാവിലെ 6:00 ഷോ കണ്ടിട്ട് അഭിപ്രായം ഞാൻ ഇട്ടേക്കാം. ഇത്ര പറയാനുള്ളൂ. ഓക്കെ.